ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആൻസ്റ്റെക് അക്കാഡമി. കേരള PSC കഴിഞ്ഞ തവണ നടത്തിയ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് ഫോർ പോളിടെക്നിക് എക്സാമിന് ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുടെ ഡിസ്കഷനുമാണ് ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാറ്റഗറിയിലുള്ള എല്ലാ വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല, ഓൺലൈനായി ഞങ്ങളുടെ കൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആൻസ്റ്റെക് അക്കാഡമി ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ആംപ്ലിഫയർ ഇസ് കോമൺലി യൂസ്ഡ് ആസ് എ ഫ്രീക്വൻസി മൾട്ടിപ്ലയർ. ഫ്രീക്വൻസി മൾട്ടിപ്ലയർ എന്നുള്ളതൊരു നോൺ ലീനിയർ ഓപ്പറേഷനാണ്. മാത്രമല്ല, വി നീഡ് മോർ പവർ എഫിഷ്യൻസി. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ആൻസർ ഇസ് ക്ലാസ് സി ആംപ്ലിഫയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: റിമൂവിംഗ് ബൈപ്പാസ് കപ്പാസിറ്റർ അക്രോസ് ദ എമിറ്റർ ലെഗ് റെസിസ്റ്റർ ഇൻ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ കോസസ്. നമ്മൾ എമിറ്റർ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നത് തന്നെ സിഗ്നൽ ഡീജനറേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ വോൾട്ടേജ് ഗെയിൻ ഇംപ്രൂവ് ചെയ്യാനുമാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ആ റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി എ ഡിക്രീസ് ഇൻ വോൾട്ടേജ് ഗെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് ദ മാക്സിമം കളക്ടർ കറണ്ട് ഡ്യൂ ടു സിഗ്നൽ അലോൺ ഇസ് 3 milliamperes, then zero signal collector current should be at least equal to. ബയാസ് ഒന്നും കൊടുക്കാത്തപ്പോൾ നമുക്ക് കിട്ടുന്ന കളക്ടർ കറന്റ് എന്ന് പറഞ്ഞാൽ 3 milliamperes ആണ്. അപ്പോൾ ആ സിഗ്നലിൻ്റെ ലെവൽ അത്രയും ലോ ആണ്, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ദെൻ നമ്മളത് മാറ്റി ബയാസ് മാത്രം കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 3 milliamperes എങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടില്ല. സോ അറ്റ്ലീസ്റ്റ് 3 milliamperes എങ്കിലും നമ്മുടെ നോ സീറോ അല്ലെങ്കിൽ നോ സിഗ്നൽ കളക്ടർ കറണ്ട് ഉണ്ടായിരിക്കണം. സോ ദി ആൻസർ ഇസ് 3 milliampere. If negative feedback is introduced in amplifiers with shunt current configuration, the input resistance will. ഓൾവേസ് ഒരു ഷണ്ട് സീരീസ് ഫീഡ്ബാക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ബിക്കോസ് സംതിങ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് യുവർ ഇൻപുട്ട്. അങ്ങനെയാണ് അത് പഠിക്കാൻ എളുപ്പം. സീരീസ് ആയിട്ട് ആണ് നമ്മുടെ ഇൻപുട്ടിലേക്ക് കണക്ഷൻ വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ റെസിസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി വെച്ച് തന്നെ നമുക്കത് കിട്ടും. ആൻസർ ഇസ് ഇൻക്രീസ്. പിഞ്ച് ഓഫ് വോൾട്ടേജ് ഫോർ എൻ FET ഇസ് എ ഡ്രെയിൻ വോൾട്ടേജ് അറ്റ് വിച്ച്. പിഞ്ച് ഓഫ് എന്നുള്ള കണ്ടീഷൻ നമുക്കറിയാം, ചാനൽ കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റ് ചെയ്ത് സാച്ചുറേഷൻ എത്തുന്ന അവസ്ഥയാണ്. സോ ഓൾ ഫ്രീ ചാർജസ് ഗെറ്റ്സ് റിമൂവ്ഡ് ഫ്രം ദ ചാനൽ എന്നുള്ളതാണ് ഉത്തരം. കമ്പയർ ടു ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സ്, എ JFET ഹാസ്. എഗെയിൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. JFETന് ഹയർ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി, ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് എ ലോവർ വോൾട്ടേജ് ഗെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: the ripple factor of a full wave rectifier compared to that of a half wave rectifier without filter is. Ripple factor values full wave rectifierന് 0.48ഉം half wave rectifierന് 1.21 ആണ്. സോ ഡെഫിനറ്റ്ലി ലെസ് ദാൻ ഹാഫ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ കപ്പാസിറ്റർ ഇസ് ഫുള്ളി ചാർജ്ഡ് വെൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ചോയ്സസ് കംപ്ലീറ്റ് വായിച്ചാലാണ് അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് ഡെഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. ഇതിൽ ഒരു കപ്പാസിറ്റർ കംപ്ലീറ്റ്ലി ചാർജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്തൂടെയുള്ള കറണ്ട് എന്നുള്ളത് ഓൾമോസ്റ്റ് അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉള്ള അതേ കറണ്ട് തന്നെയായിരിക്കും. ബിക്കോസ് മാക്സിമം ചാർജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദർ വിൽ ബി നോ കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഡിസ്ചാർജ് കണ്ടീഷനിൽ ഉണ്ടാവുക. സോ അതിൻ്റെ റൈറ്റ് ആൻസർ എന്നുള്ളത് അവസാനത്തെ ഓപ്ഷനാണ്. ദി ഔട്ട്പുട്ട് ഓഫ് എ പെർട്ടിക്കുലർ ഒപ്പ് ആംപ് ഇൻക്രീസസ് 8 volt in 12 microseconds. ദ സ്ലീവ് റേറ്റ് ഇസ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ലീവ് റേറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ ടൈമാണ്. സോ 8/12 microseconds, answer is 0.67 volts per milliseconds. Next question: with 0 volts on both inputs, an op-amp ideally should have an output. ഇത് op-ampൻ്റെ ഐഡിയൽ കണ്ടീഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു വാല്യൂ ആണ്. രണ്ട് ഇൻപുട്സും 0 ആണെങ്കിൽ ഐഡിയലി ഇറ്റ് ഷുഡ് ഹാവ് എ 0 ഔട്ട്പുട്ട് വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: the bandwidth of a differential amplifier increases if the value of. ഈ ബാൻഡ്വിഡ്ത്ത് എന്നുള്ളത് നമ്മുടെ ക്ലോസ് ലൂപ്പ് ഗെയിനുമായിട്ടുള്ള റിലേഷനാണ് ഇവിടെ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ബാൻഡ്വിഡ്ത്ത് എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും നമ്മുടെ ക്ലോസ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ: if the gain of a non-inverting amplifier, averaging amplifier is 1, determine the input voltages if output voltage is 3 volts. ആവറേജിങ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ 1 ആണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജസിൻ്റെ ആവറേജ് ആണ് അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് വരിക. അതായത് നമ്മുടെ
ആൻസറിൽ നിന്നും ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കുക സച്ച് ദാറ്റ് അതിൻ്റെ ആവറേജ് വിൽ ബി ഈക്വൽ ടു 3 volts. ബട്ട് ഇവിടെ ആ ചോയ്സിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആൻഡ് ആക്ച്വൽ ആൻസർ മൈറ്റ് ബി 7, 4, -2 or 7, 5, -3 എക്സെട്ര. എങ്ങനെയായാലും അത് ആഡ് ചെയ്ത് ആവറേജ് എടുക്കുമ്പോൾ ആൻസർ ഷുഡ് ബി 3 volts. ഹൗ op-amp കമ്പാരറ്റർ ഷുഡ് ബി ചൂസൺ ടു ഗെറ്റ് ഹയർ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ? ഇതൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളെപ്പോഴും ഹയർ സ്പീഡ് എന്ന് പറയുമ്പോൾ ചിന്തിക്കുക ഹയർ സ്ലീവ് റേറ്റ് ആണ്. ബട്ട് അങ്ങനെയല്ല അത് വരുന്നത്. ഹൈ സ്ലീവ് റേറ്റ് ഉണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ സിഗ്നൽ എന്നുള്ളത്, ഔട്ട്പുട്ട് സിഗ്നൽ എന്നുള്ളത് എത്രത്തോളം ക്ലോസ്ലി നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ റിസംബിൾ ചെയ്യും എന്നുള്ള പാരാമീറ്റർ ആണത്. ആൻഡ് നമുക്ക് ഹയർ op-amp കമ്പാരറ്റർ അല്ലെങ്കിൽ ഹയർ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ op-amp കമ്പാരറ്ററിന് വരുന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡിൽ അതിന് സാച്ചുറേഷൻ ലെവൽസിൽ സ്വിച്ച് ചെയ്യാൻ സാധിക്കണം. സോ അങ്ങനത്തെ ഒരു കണ്ടീഷൻ നമുക്ക് വൈഡർ ബാൻഡ് വിഡ്ത്ത് ആണ് ആവശ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗെയിൻ ഓഫ് എ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ. ഇതാ ലോ പാസ് ഫിൽറ്ററിൻ്റെ റോൾ ഓഫ് റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ലോ പാസ് ആയത് കാരണം എന്തായാലും ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഡിക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് 20 dB/decade. ആൻഡ് അടുത്തതൊരു ബൈനറി കൺവേർഷനാണ് ടു ഹെക്സഡെസിമൽ. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ഗ്രൂപ്പ് ചെയ്യാൻ. 4 ബിറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. ആൻസർ ഇസ് FF2. ദ ഗേറ്റ് വിച്ച് ഇസ് യൂസ്ഡ് ആസ് എ ബേസിക് കമ്പാരറ്റർ. ബേസിക് കമ്പാരറ്റർ ആയിട്ട് നമ്മൾ എക്സോർ ഗേറ്റ് ആണ് ഉപയോഗിക്കുക. അതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മോഡ് 16 റിപ്പിൾ കൗണ്ടർ ഇസ് ഹോൾഡിംഗ് ദ കൗണ്ട് 1001. വാട്ട് വിൽ ബി ദ കൗണ്ട് ആഫ്റ്റർ 31 ക്ലോക്ക് പൾസസ്? മിക്ക എക്സാമിനും ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. മോഡ് 16 റിപ്പിൾ കൗണ്ടറാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ 16th പൾസിലും എന്താണോ ആ കൗണ്ടർ ഹോൾഡ് ചെയ്യുന്ന ഡിജിറ്റ് അത് റിപ്പീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഡെഫിനറ്റ്ലി 32nd ക്ലോക്ക് പൾസിനും ആ സെയിം കൗണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ 32nd ക്ലോക്ക് പൾസിൽ നമ്മുടെ കൗണ്ട് ശരിക്കും 1001 തന്നെ കിട്ടണം. പക്ഷേ നമുക്ക് 32 വേണ്ട, 31 മതി. വിച്ച് മീൻസ് നമ്മുടെ കൗണ്ടിൽ നിന്നും ഒരു ബിറ്റ് കുറയ്ക്കണം. So the answer is 100. Which of the logic families has shortest propagation delay? അല്ലെങ്കിൽ fastest logic family ആണ് ചോദിച്ചിരിക്കുന്നത്. That is ECL, അല്ലേ, emitter coupled logic. The resistor that provides control and status information about serial porters. ഇതിൻ്റെ ഉത്തരം PCON and SCON ആണ്. SCON സീരിയൽ കൺട്രോൾ ആണ്. PCON എന്നുള്ളത് പവർ കൺട്രോൾ ആണ്. പക്ഷേ ആ പവർ കൺട്രോൾ എന്നുള്ളതിന് ബോർഡ് റേറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു രജിസ്റ്റർ കൂടിയുണ്ട്, അല്ലെങ്കിൽ രജിസ്റ്ററിനകത്ത് ബോർഡ് റേറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബിറ്റ് കൂടിയുണ്ട്. സോ ദ ആൻസർ ഇസ് PCON and SCON. വിച്ച് ഇൻസ്ട്രക്ഷൻ കനോട്ട് ഫോഴ്സ് 8086 പ്രോസസ്സർ ഔട്ട് ഓഫ് ഹോൾഡ് സ്റ്റേറ്റ്? ഹോൾഡ് സ്റ്റേറ്റിൽ നിന്നും റിവോക്ക് ചെയ്യാൻ റീസെറ്റ് അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് എന്നുള്ള ആ 2 സിഗ്നലുകൾ തന്നെ വേണം. സോ ഹോൾഡ് സിഗ്നൽ കനോട്ട് ഡു ദാറ്റ്. സോ ദി ആൻസർ ഇസ് ഹോൾഡ്. What is the carrier frequency in an AM wave when its highest frequency component is 850 Hz and the bandwidth of the signal is 50 Hz? Highest frequency component എന്നുള്ളതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ highest frequency component in an AM modulated wave is FC plus FM അല്ലെങ്കിൽ carrier frequency plus modulating frequency. അതേപോലെ bandwidth we know it is 2FM. ഈ 2 ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്താൽ ഈ 2FM എന്നുള്ളതിൽ നിന്നും FM you will get it as 25 Hz. ആൻഡ് FC plus FM is equal to 850 Hz എന്നുള്ള ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ 850 - 25 എന്ന് കിട്ടും, വിച്ച് ഇസ് 825 Hz. ആഫ്റ്റർ പാസിംഗ് FM through a mixture, what is the change in frequency deviation when the modulation frequency is doubled? മോഡുലേഷൻ ഫ്രീക്വൻസി ഡബിൾ ചെയ്താലും നമ്മുടെ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്നുള്ളത് അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, സോ ദി ആൻസർ ഇസ് റിമെയിൻ അൺചേഞ്ച്ഡ്. What kind of polarization is provided by helical antennas? ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഹെലിക്കൽ ആൻറ്റനാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക സർക്കുലർ ആയിട്ടുള്ള പോളറൈസേഷൻ ആണ്. ദ ഡാറ്റ റേറ്റ് ഓഫ് QPSK ഇസ് ഡാഷ് ഓഫ് BPSK. ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിൽ ഒരു സിമ്പലിന് തന്നെ 2 ബിറ്റ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ട്വൈസ് ആണ്. If the gate current of an SCR is increased, the forward breakover voltage will. ഗേറ്റ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ അല്ലെങ്കിൽ ഇതിൻ്റെ SCRൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. ഗേറ്റ് കറണ്ട് എന്നുള്ളത് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്നുള്ളത് ഡിക്രീസ് ചെയ്താണ് വരിക. സോ ആൻസർ ഇസ് ഡിക്രീസ്.
Thank you for watching.